വയറ്റ് സുഖമില്ലേ? കണ്ട കടത്താണിയൊക്കെ വാരി വലിച്ച് തിന്നു. അരമണിക്കൂർ ഷൂട്ട് ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചിട്ട് തുടങ്ങുമ്പോൾ ഇത് പറയാൻ പാടുണ്ടോ? വയറ്റിളക്കത്തിന് പിന്നെ വയറ്റിളക്കം അല്ലാതെ പിന്നെ എന്താ പറയണം? പിന്നെ മദനോത്സവം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ വയറ്റിളക്കത്തിന് ഞങ്ങൾ മദനോത്സവം എന്ന് പറയാം. അതായത് നിങ്ങൾക്ക് മദനോത്സവം തുടങ്ങട്ടെ. അഞ്ച് കൊല്ലം ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ആ സമയം കൊണ്ട് ഞാൻ മെഡിസിൻ പഠിച്ചെങ്കിൽ ഡോക്ടറായനെ, LLB പഠിച്ചെങ്കിൽ ഞാൻ വക്കീലായനെ, IS എഴുതിയെങ്കിൽ ഞാൻ ഇപ്പോൾ IPS കാരനായനെ, PSC എഴുതിയെങ്കിൽ ഞാൻ SI ആയനെ. നിങ്ങളെ TC ഒന്ന് വിട്ടാൽ മതിയായിരുന്നു അവിടുന്ന്. ഒരു തരത്തിൽ ഞാൻ ഒപ്പിച്ചോണ്ട് വരെയാണ്. മനസ്സിലായോ? നീ 5 വർഷം കൊണ്ട് ആ കൊച്ചിനെ സ്വസ്ഥക്ക് വിട്ടായിരുന്നെ അത് കല്യാണം കഴിച്ച പിള്ളേരും ഒക്കെ ആയിട്ട് ഇപ്പൊ ജീവിച്ചേനെ. അടുത്തൊരു വരുമ്പോൾ ഞാൻ ശരിയാക്കി തരാം. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. പറയണം. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. സൂപ്പർ. അപ്പൊ ഫിഗറും പക്ക വോയിസ് ഒന്നും പറയാനില്ല. കണ്ടെടുത്ത് അകത്തിട്ട് പേടിക്കുന്നു. എനിക്ക് വേറെ പെണ്ണെ കിട്ടാത്തോണ്ടല്ല, എന്റെ പെണ്ണ് എന്റെ പുറകെ ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കല്ലേ. വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ കാശ് കൊടുക്കാനുള്ള കുറെ പലിശക്കാരില്ലേ, അവര് വരുന്നുണ്ട്. അത് പോട്ടെ. എനിക്ക് വേറെ പെണ്ണെ കിട്ടാത്തോണ്ടല്ല, മനസ്സിലായേ. പക്ഷെ ഇത്ര കുട്ടിത്തുള്ളതിന് ലോകത്ത് എങ്ങ് കിട്ടില്ല. അതെന്താ കുട്ടിത്തുള്ള പെമ്പിൾ അത്ര ഇഷ്ടമാണോ? 2 കുട്ടിയാവാൻ പ്രായമുള്ള ഒരെണ്ണം കിടന്ന് ഇങ്ങനെ കുട്ടിത്തം കാണിച്ചാ മഹാബോറാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് കുട്ടിത്തോണെങ്കിൽ താങ്കൾ വിഡിത്തമാണ്. പുറത്ത് വന്നിട്ടുണ്ടല്ലോ. ഞാൻ നന്നായിട്ട് കാര്യം ചോദിക്കട്ടെ, എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? നഖത്തിനിടയിൽ വരെ കള്ളമില്ല, ശുദ്രം അറിയേയില്ല, പിന്നെ പരദൂഷണം അത് ഒട്ടും അറിയില്ല. വാ തുറന്ന വിഡിത്തം മാത്രം പറയൂല. ഭ്രാന്ത് ചെറുതായിട്ട് ഇല്ല, അതൊരു അല്പം കൂടുതലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ സീരിയൽ ഇൻഡസ്ട്രി നശിപ്പിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇത്രയും ക്വാളിറ്റിയാണ് നിനക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴാണ് നമ്മുടെ മിന്നു കിട്ടും? കല്യാണം സുസുവിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ടല്ലോ ആ ദിവസം. അപ്പൊ ജീവിതകാലം മുഴുവൻ എനിക്ക് പെണ്ണ് കെട്ടാൻ പറ്റൂലേ. ദിലീപേട്ട നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. വോയിസ് പക്ക, ഫിഗറാണെ പറയുകയും വേണ്ട. പക്ഷെ ചെവി ഒന്ന് ക്ലീൻ ചെയ്യണം. ഇന്നേറിയെന്ന് വരുന്നതിനകത്ത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് വേറെ സംഭവം നമുക്ക് ഇത് പോട്ടെ. ഇട്ടിമണി വരുന്നുണ്ടല്ലോ, നിവൃത്തിയില്ല. ഞാൻ ആ സൈഡിൽ കാണും. ഈ ഇട്ടിമാണി വന്ന അപ്പൊ തന്നെ ഈ വട്ടമാണിയും വരുമല്ലോ. അപ്പൊ ക്ലൈമാക്സ് പറ. ഇത് കണ്ട് ഞങ്ങൾക്ക് എപ്പോഴാണ് നമ്മുടെ മിന്നിട്ട്? എന്താ നിന്റെ ചെവി കുരുവാ? നിന്റെ ചെവിയിൽ കുരുവാണ്. നിന്റെ ചെവി കുരു വെച്ചേക്കടാ. ഞാൻ ചോദിച്ചാ ശരി, എപ്പോഴാണ് നമ്മുടെ കല്യാണം? നമ്മുടെ കല്യാണം സുസുവിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട്, അന്നാണ് നമ്മുടെ കല്യാണം. അപ്പൊ ഞാൻ ഹോ എന്നും പറഞ്ഞിട്ട് അവിടെ ചെന്ന് മുട്ടുകുത്തിയിരിക്കണം. എന്റെ പട്ടി ഇരിക്കും. അത് ഒരിക്കലും നടക്കില്ല. അത് ഉന്നതരാണ്. അല്ല ഇരിക്കും. അപ്പൊ ജീവിതകാലം മുഴുവൻ എനിക്ക് കല്യാണം കിട്ടില്ലേ? അയ്യോ അതെന്താ 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 അതെന്താ? നിന്റെ ശല്യം കാരണം തലപ്രാന്ത് പിടിച്ചാണ് ആ സീരിയൽ അവർ നിർത്തിയത്. അതെന്താ? ഇനി എനിക്ക് പെണ്ണ് കിട്ടാൻ വേണ്ടി വീണ്ടും അവർ സീരിയൽ തുടങ്ങും.